ഹായ് ഫ്രണ്ട്സ്, ഞാനിനി ഒരു നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ടിപ്പ് കേൾക്കാനായിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ബെല്ലൈക്കണോന്ന് അമർത്തിക്കോട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഇതുപോലെ നല്ല നല്ല ടിപ്പുകൾ കേൾക്കാം. അപ്പോൾ ടിപ്പ് വേറെ ഒന്നല്ല, നിങ്ങൾ ഡ്രസ്സ് ഡെയിലി വാഷ് ചെയ്യരുത്. അതാണ് നിങ്ങൾക്കുള്ള നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാൻ. അപ്പം നിങ്ങൾ കഴിക്കുമ്പോൾ അതെന്താ ഡ്രസ്സ് ഡെയിലി വാഷ് ചെയ്താന്ന്. ഡെയിലി ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രസ്സ് ഡാമേജ് ആവും. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളർ ഫെയ്ഡാവും, ഡ്രസ്സ് കീറാൻ തുടങ്ങും. അപ്പോൾ ഡെയിലി ഡ്രസ്സ് വാഷ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല വെയിലത്ത് ഡ്രസ്സ് ഉണക്കാനും ഇടരുത്. നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളർ പെട്ടെന്നായിരിക്കും ഡാമേജ് ആവുക. ഇപ്പോൾ നിങ്ങൾ 2000 രൂപയുടെയൊക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു വർഷം പോലും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും നല്ല വെയിലത്താണ് ഇട്ട് ഉണക്കാറ്. ഇപ്പോൾ കല്യാണങ്ങളൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സാരികളൊക്കെ ചില ഉച്ചാരക്കെല്ലാം ഇട്ടുള്ളത് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, എടുക്കുന്നു വെയിലത്ത് കൊണ്ടുപോയി ഇടുന്നു. അങ്ങനെ ഇട്ടാൽ ഡ്രസ്സ് ഡാമേജ് ആവും. നിങ്ങൾ ലൈറ്റായിട്ടുള്ള വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇടുക. അപ്പോൾ ഡ്രസ്സിന് ഡാമേജസ് ഉണ്ടാവത്തില്ല. ഒരിക്കലും നല്ല വെയിലത്ത് ഡ്രസ്സ് ഉണക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ വലിയ വലിയ ഷോപ്പുകളിൽ ഡ്രസ്സൊക്കെ മറച്ചിട്ടിട്ടുണ്ടാവും അവർ. തുണി വെച്ചിട്ട് ഒരു വെള്ള തുണി കൊണ്ടാവും മറച്ചിട്ടുണ്ടാവും. ഒരിക്കലും ബ്ലാക്ക് തുണി കൊണ്ട് മറക്കില്ല. വെച്ചാൽ ബ്ലാക്ക് തുണി ഇട്ട് തന്നെ നല്ല ചൂട് കയറും ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക്, അപ്പോഴും ഡാമേജസ് വരും. അപ്പോൾ അവർ വെള്ള തുണി വെച്ചിട്ടായിരിക്കും മിക്ക ഷോപ്പില്ല എല്ലാ ഷോപ്പിലും ഡ്രസ്സുകൾ മറച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളതുപോലെ വെയിലത്ത് ഡ്രസ്സ് ഉണക്കരുത്. വെച്ചാൽ നല്ല വെയിലത്ത് ഉണക്കരുത്. നിങ്ങൾ ലൈറ്റായിട്ടുള്ള വെയിലുണ്ടല്ലോ, ഒരു ഉച്ചരിയണ ടൈമത്തൊക്കെ ഒരു വെയിലുണ്ടാവില്ല, വെച്ചാൽ നല്ല ചൂട് കിട്ടാത്തൊരു വെയിൽ, ആ വെയിലത്ത് വേണം ഡ്രസ്സ് ഉണക്കാൻ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് അധികം ഡാമേജസ് ഉണ്ടാവത്തില്ല. അത്യാവശ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രസ്സുകൾ ഒരിക്കലും നല്ല വെയിലത്തിട്ട് ഉണക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുറേ സമയം സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കരുത്. ചില ആൾക്കാരുണ്ട് രാവിലെ മുക്കി വെച്ചിട്ട് വൈകിട്ട് തിരുമ്പണ ആൾക്കാർ. അങ്ങനെ തിരുമ്പരുത്. അങ്ങനെ തിരുമ്പോഴും നിങ്ങളുടെ ഡ്രസ്സ് ഡാമേജ് ആവും. പിന്നെ ഡ്രസ്സ് പെട്ടെന്ന് പിന്നാൻ ചാൻസ് കൂടുതലാണ്. കുറേ സമയം ഉപ്പ് വെള്ളത്തിൽ സോപ്പും വെള്ളത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സോപ്പും വെള്ളത്തിലിരിക്കുമ്പോൾ ഡ്രസ്സ് ഡാമേജ് ആവും. പിന്നെ മെയിൻ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കണം പിള്ളേർ, പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ പല സ്ഥലത്തും പല രീതിക്കാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് വെള്ളം വരുന്ന ഒരു ഹോസ്റ്റലിലൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് ഡാമേജ് ആവാറുണ്ട്. ഞാനിതുപോലെ ഞാൻ എൻ്റെ ചേച്ചി ചൂടുവെള്ളത്തിലൊക്കെയാണ് ഇട്ട് വെക്കുക. കുറച്ച് നേരമാണ് ഇട്ട് വെക്കുള്ളൂ. മിനിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, പോയൊരു 10 മിനിറ്റ്. അല്ലാതെ ഞാൻ ഇട്ട് വെക്കില്ല. വെച്ചാൽ പെട്ടെന്ന് ഡ്രസ്സ് ഡാമേജ്. ഓളിൽ ഉപ്പ് വെള്ളമാണ്, അതിൻ്റെ ഒരു ചൂടുവെള്ളത്തിൽ കൂടിയാണ് ഇട്ട് വെച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് ഡാമേജ് ആവുമെന്ന് അറിയാം എനിക്ക്. ഉപ്പുവെള്ളത്തിൽ ഒരിക്കലും ഡ്രസ്സ് വാഷ് ചെയ്യരുത്, പെട്ടെന്ന് ഡാമേജ് ആവും കേട്ടോ. പിന്നെ അതുപോലെ സോപ്പ് വെള്ളത്തിൽ ഒരുപാട് ടൈം ഇട്ട് വെക്കരുത്. പിന്നെ നിങ്ങൾ വയർത്തിട്ടുള്ള ഡ്രസ്സ്, ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി നല്ല ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല വയർത്തിട്ടാണ് ഇരിക്കണമെങ്കിൽ ആ ഡ്രസ്സ് ഒരിക്കലും ചുരുട്ടി കൂട്ടി വെക്കരുത്. അങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ കരിമ്പന പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു വെള്ള കുത്തായിട്ട് വരുന്നത്, ആ സാധനം വരും. അത് വന്നാലും നമുക്ക് ഡ്രൈ ക്ലീൻ കൊടുത്തിട്ടൊന്നും അത് അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അത് ഒരു പെട്ടെന്ന് ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യരുത്. ഒരിക്കലും ഡ്രസ്സ് ചുരുട്ടി കൂട്ടി ഇടരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുറത്ത് പോയി വന്നു, നിങ്ങളുടെ ഡ്രസ്സ് അത്യാവശ്യം അഴുക്കില്ല പക്ഷേ നനവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മറച്ചിടുക. ഇച്ചിരി ഉൾവശം ഉണ്ടല്ലോ അത് പുറത്തേക്കായിട്ട് മറച്ചിട്ട് ഒന്നെങ്കിൽ ലൈറ്റ് വെയിലത്തിടുക. അതല്ല വെയിലില്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾ അത് തോരയിടുക. അപ്പം നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും അതെടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് സ്മെല്ലുണ്ടാവത്തില്ല ഡ്രസ്സിൽ. അതുപോലെ ഡ്രസ്സ് ഡാമേജ് ആവത്തില്ല. പിന്നെ മിനിമം ഒരു ഡ്രസ്സ് ഒരു 4-5 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നാൾ ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചില ഒരു ഡ്രസ്സിന് ഇത്ര വാഷ് എന്നേ ഉള്ളൂ. മിനിമം 4 വാഷ് 5 വാഷ് അങ്ങനെയൊക്കെയാണ്. ജീൻസിനൊക്കെ മിനിമം 15 വാഷൊക്കെ അങ്ങോട്ട് ഉള്ളൂ ജീൻസിനൊക്കെ. അതുപോലെ അപ്പോൾ നാലിച്ച് അത്ര കട്ടിയുള്ള ഡ്രസ്സിന് അത്ര വാഷ് ഉണ്ടെങ്കിൽ കട്ടിയില്ലാത്ത ഡ്രസ്സിന് അതിനേക്കാട്ടും കുറവായിരിക്കും വാഷുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇനി വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡെയിലി ഇട്ടിട്ട് വാഷ് ചെയ്യാതിരിക്കുക. അതുപോലെ നല്ല വെയിലത്തിട്ട് വാഷ് ചെയ്യാതിരിക്കുക. ലൈറ്റ് വെയിലത്തിട്ടിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഒരുപാട് സമയം സോപ്പ് വെള്ളത്തിലിടാതിരിക്കുക. മിനിമം പോയിക്കന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇട്ട് വെക്കുക. എല്ലാവരും എന്താ പറയുക, ചെളി പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും മണിക്കൂർ മുക്കി വയ്ക്കുന്നത്. പക്ഷെ ഇത്രയും മണിക്കൂർ നിങ്ങൾ മുക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് ഡാമേജ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കോട്ടനൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിലൊക്കെ മുക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നാൾ അത് നല്ല സ്ട്രോങ് ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കോട്ടൺ ആണല്ലോ, പെട്ടെന്ന് കീറാതെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഡെയിലി
എന്താ പറയുക, വാഷ് ചെയ്യരുത്. എന്തൊക്കെ ഉണ്ടായാലും ഡെയിലി ഡ്രസ്സ് വാഷ് ചെയ്യരുത്. ഡാമേജ് ആവും, കൺഫേമാണ് ഡ്രസ്സ് എന്താ പറയുക ഡാമേജ് ആവും എന്നുള്ളത്. അപ്പോൾ വെച്ചാൽ അതിൻ്റെ ചില കെമിക്കലൊക്കെ ആണല്ലോ ഈ കളറൊക്കെ വരുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഡാമേജ് ആവണത്. ചില കളർ ഡള്ളാവാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഉരച്ച് അതിനെ എന്താ പറയുക അതങ്ങ് തീരും. മിനിമം അത് 6 മാസമൊക്കെ ഓടി നിങ്ങൾ ഈ 1000 2000 3000 രൂപ ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഓടി നമുക്ക് സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് കൂടിയതായാലും ബഡ്ജറ്റ് കുറഞ്ഞ ഡ്രസ്സുകളാണെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡ്രസ്സുകൾ എടുക്കുക, ബാംഗ്ലൂരൊക്കെ പോയിട്ടൊക്കെ ഞാൻ ഡ്രസ്സുകളൊക്കെ എടുക്കാറ്. അപ്പോൾ ഞാൻ വില പേശിട്ടൊക്കെ ഞാൻ ചുരിദാറുകൾ എടുക്കും. ഞങ്ങൾക്ക് കോളേജിൽ ചുരിദാർ മാത്രം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചുരിദാറൊക്കെ എടുക്കും. ചുരിദാറൊക്കെ വില പേശിയിട്ട് 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെയാണ് ചുരിദാർ എടുത്ത് വരിക. പക്ഷേ അത് ഞാൻ അത്യാവശ്യം നാൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എന്താ വെച്ചാൽ ഞാൻ വാഷ് ചെയ്യില്ല. ഞാൻ ആഴ്ചയിലാണ് എൻ്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുക. പക്ഷേ ഞാൻ കുത്തി നിറച്ച് വെക്കാണ്ട് ഞാൻ ഇട്ട് വന്ന ഡ്രസ്സ് ഞാൻ ഇതുപോലെ ഇത് അയക്കേമ്മ തോരടാൻ വിടും. നമ്മുടെ റൂമിലാണ് അയക്കുക, അപ്പോൾ അയക്കേമ്മ തോരടും, മറിച്ചിട്ട് അയക്കാൻ വിടും. അപ്പോൾ രാവിലെ ആകുമ്പോൾ ലൈറ്റായിട്ടുള്ള വെയിൽ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ ആ വെയിലത്ത് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഫ്രഷ് ആവും ആ ഡ്രസ്സ്. പിന്നെ ആഴ്ചയിലാണ് ഞാൻ ഡ്രസ്സ് തിരുമ്പുക. അപ്പോൾ നിങ്ങളും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട ഇതുപോലെ ചെയ്യുക. അതുപോലെ കല്യാണ സാരികളാണെങ്കിലും എന്തൊക്കെ പുതിയ ഡ്രസ്സുകളാണെങ്കിലും ഇട്ട് വന്ന് വാഷ് ചെയ്യേണ്ട. നിങ്ങളുള്ള ഡ്രസ്സ് ഓവർ വെയിലത്ത് ഇടാതെ ലൈറ്റ് വെയിലത്ത് മറച്ചിടുക. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അൺട്രാംസിൻ്റെ അവിടെയൊക്കെ നല്ല വിയർപ്പിൻ്റെ സീനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അൺട്രാംസിൻ്റെ പോർഷൻ മാത്രം വെച്ചാൽ ഈ ഒരു പോർഷൻ എടുത്തിട്ട് സോപ്പും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നിരടുക, കൈ വെച്ചിട്ട് നിരടിയിട്ട് അത് നേരെ ഉണക്കാനിടുക. ചില ഇതുപോലെ ലൈറ്റായിട്ടുള്ള വെയിലത്ത് ഉണക്കാനിടുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നാൾ ഡ്രസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല ടിപ്പുകളായിട്ട് ഇനിയും വരാം. അപ്പോൾ ബൈ.